വീഡിയോയിൽ നമ്മൾ മിഡിൽ ഈസ്റ്റാണ് നോക്കുന്നത്. കാരണം ഈ അമേരിക്ക, ഉക്രൈൻ ഈ വക വിഷയങ്ങളിലൊക്കെ മീഡിയാസ് വളരെ ബിസി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഒരു വിഷയം നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആ ഒരു റിക്വസ്റ്റ് അഥവാ ഇസ്രായേലിൻ്റെ നിർദ്ദേശം, ഈ ഒരു ഒന്നാം ഘട്ട സീസ് ഫയർ വെടിനിർത്തൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആ ഒരു ഫേസ് 1+ എന്ന് പറഞ്ഞ ആ ഒരു ഫേസ് 1+ എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഹമാസ് അതിനെ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതുകൊണ്ട് ഇപ്പം എത്തിപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി, അതായത് ശനിയാഴ്ച രാത്രി 12 മണിയോടുകൂടി ഈ ഒരു ഫസ്റ്റ് ഫേസ് സീസ് ഫയർ ഡീല് 42 ദിവസം പൂർത്തിയാവുകയാണ്. ഈ ഒരു ഫസ്റ്റ് ഫേസ് സീസ് ഫയർ ഡീല് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ശനിയാഴ്ചയാണ് ഇന്ന് ബന്ദികളൊന്നും തന്നെ റിലീസ് ചെയ്യപ്പെടാത്ത ഒരു ശനിയാഴ്ചയായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കെ തന്നെ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്ന മറുപടി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആശങ്ക ഹമാസിന്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഇങ്ങനെ വാർത്തകളായിട്ട് വരുന്നത് പറഞ്ഞാൽ, സൗദി മീഡിയയ്ക്ക് ഹമാസിന്റെ ഒരു ചീഫ് പേഴ്സൺ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ തിരിച്ച് ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട് കാണുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു നിഗമനം. അതിലുപരിയായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേറൊരു സംഭവം സംഭവിച്ചിരിക്കുന്നത്, അമേരിക്കയിൽ നിന്നും 3 ബില്യൺ വർത്തുള്ള ആയുധങ്ങൾ, ബോംബ് ഉൾപ്പെടെ ഷെല്ലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ അർജന്റ് ബേസിസിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് അർജന്റ് നോട്ടായിട്ടാണ് പാസ്സാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സീസ് ഫയർ തീരാൻ പോകുന്ന ഈ ഒരു ടൈം ലൈൻ, ഈ ഒരു അത്യാവശ്യമായിട്ട് എമർജൻസി ആയിട്ട് 3 ബില്യന്റെ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിലോട്ട് വരുന്നു. ഹമാസിന്റെ സൈഡിൽ നിന്ന് ഈ ഒരു നിഗമനം എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇന്ന് രാത്രി അഥവാ നാളെ നേരം വെളുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് ഇതുവരെ ഞങ്ങൾ യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നിട്ടില്ല. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെല്ലാം ഇത് വിലയിരുത്തുന്നത് ഇങ്ങനെ തന്നെയാണ്, അതായത് ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. റഷ്യയുടെ ഫോർമർ പ്രസിഡന്റ്, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രസിഡന്റ്, ഒരു സോഫ്റ്റ് കോൾ, അതായത് ഉക്രൈനിലോട്ടാണ് ഒരു സോഫ്റ്റ് കോൾ. കാര്യം ഉക്രൈന് ഇപ്പം ചിറകരിഞ്ഞ് അമേരിക്ക തിരിച്ച് അയച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഉക്രൈൻ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇപ്പൊ അമേരിക്ക ഉണ്ട് ഞങ്ങളുടെ പുറകിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന ശക്തി ഉണ്ട് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ ബോൾഡായിട്ട് നിൽക്കുന്നതിന് പകരം ഇനി കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി റഷ്യയുമായിട്ട് ഒരു നെഗോസിയേഷന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കാര്യം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ദിമിത്രി എന്ന് പറഞ്ഞ റഷ്യയുടെ എക്സ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ്, ഒരു ഇൻവിറ്റേഷനാണ്, ഉക്രൈനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇൻവൈറ്റ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, മുന്നോട്ട് പോവാം. സെലൻസ്കി ചോദിച്ച ആ ഒരു സെക്യൂരിറ്റി, എന്തുകൊണ്ടാണ് അമേരിക്ക ഡയറക്റ്റ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താത്തത് ഉക്രൈനിന് യുദ്ധം നടത്താനുള്ള സഹായങ്ങൾ ചെയ്യുകയും അതേപോലെ തന്നെ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ആയിട്ടുള്ള ഡിഫൻസ് ടെക്നോളജി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാവാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യയും അമേരിക്കയും വേൾഡിലെ ഡോമിനേറ്റ് ചെയ്യുന്ന 2 സൂപ്പർ പവർ രാജ്യങ്ങളാണ്. അപ്പൊ ഈ 2 സൂപ്പർ പവർ രാജ്യങ്ങളും നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ് ഉക്രൈനിൽ കൊണ്ട് ഈ ഒരു ഡിഫൻസ് സിസ്റ്റം, സെക്യൂരിറ്റി സിസ്റ്റം അമേരിക്കയുടെ കൊണ്ട് സ്ഥാപിക്കുന്നത്. ഇത് ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ വളരെ ശരിയാണ്. ഇതിനെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. 3ാം ലോക മഹായുദ്ധത്തിനെ ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലാണ് സെലൻസ്കിയുടെ ഓരോ പ്രസ്താവനകളും എന്നാണ് പറഞ്ഞത്. അത് വളരെ ശരിയാണ്. കാര്യം വേറെ ഒന്നല്ല, അമേരിക്കയെ കൊണ്ട് നേരെ റഷ്യയുടെ പടിവാതിക്കൽ നിർത്തണം എന്നാണ് ഉക്രൈനിലെ സെലൻസ്കി ഡിമാൻഡ് ചെയ്യുന്നത്. ഈ ഡിമാൻഡ് വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ്. ഇത് നടക്കില്ല. അമേരിക്കയുമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. റഷ്യയുടെ പടിവാതിൽക്കൽ നാറ്റോ എത്തുന്നതിനാണ് ഈ യുദ്ധം നടക്കുന്നത്. ഇനി അമേരിക്കയുടെ ഡിഫൻസ് ഫോഴ്സിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിഭീകരമായ യുദ്ധത്തിലേക്ക് അത് വഴിമാറുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി അറിയാതെ, ഇതിനെക്കുറിച്ചുള്ള ഒരു ഫോർകാസ്റ്റ് ചിന്തയും ഇല്ലാണ്ട് ചുമ്മാ വായിക്ക് തോന്നിയത് പറയുന്ന പോലെ അമേരിക്കയെ കൊണ്ട് റഷ്യയുടെ ആ ഒരു ബോർഡർ ലൈനിൽ പിന്നെ അമേരിക്കൻ ഡിഫൻസ് ഫോഴ്സിനെ കൊണ്ട് നിർത്തണം എന്നാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത്. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇതാണ് പറയുന്നത് ദീർഘവീക്ഷണമില്ല എന്ന്. ഇത്രയും സില്ലി മൈൻഡഡ് ആയിട്ടാണ് പോയി ആർഗ്യുമെന്റ് ചെയ്യാൻ പോയിരിക്കുന്നത്. എനിവേ, എന്തായാലും ഇപ്പം ഉക്രൈൻ ഒരു വിധത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. ഇനി യൂറോപ്യൻ യൂണിയൻസും അവരൊക്കെ ഒരു പരിധി വരെ അവർക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അതിലുപരിയായിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് മീറ്റിംഗ് സെലൻസ്കി പ്ലാൻ ചെയ്തിരിക്കുന്നത് UK പ്രൈം മിനിസ്റ്റർ സ്റ്റാർമറിനെ കാണാനാണ്. ഞാൻ പറഞ്ഞല്ലോ യുവമാരൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകിലെന്ന്. ഇത് ഇനിയിപ്പോ ഉടനെ തന്നെ സ്റ്റാർമറിനെ കാണണം. സ്റ്റാർമറിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത് മാക്രോനെ കാണണം. കാരണം ഇവരൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകിലുള്ള ആൾക്കാർ. എന്തായാലും ഈ ഒരു യൂറോപ്യൻ യൂണിയൻസും ഈ ഒരു നാറ്റോ ഒക്കെ ചേർന്ന് ഉക്രൈനെ ഒരു പരിധി വരെ ആക്കി തൊലച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ എന്തായാലും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും സെലൻസ്കിയുടെ ഈ നിലപാട് ഉക്രൈനിലെ കൂടുതൽ സ്ഥലങ്ങൾ നഷ്ടപ്പെടാൻ മാത്രമേ സഹായകരമാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. BBC കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഈ ഗാസയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി എടുത്ത സമയത്ത് അതിനകത്ത് ഹമാസുമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇൻഫാക്ട് ഹമാസിനെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട്
അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡോക്യുമെന്ററി പുറത്തു വന്നത്. ഈ ഡോക്യുമെന്ററിയിൽ അപ്പോളജൈസും അതുപോലെ തന്നെ ഈ ഡോക്യുമെന്ററിയെ കുറിച്ചുള്ള കുറ്റസമ്മതവും നടത്തി BBC ഈ ഡോക്യുമെന്ററി പിൻവലിച്ചതാണ്. പക്ഷെ എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്. ഇറാൻ ആദ്യമായിട്ട് ഈ ഒരു MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, ഈ ഒരു ഷിപ്പ് ഇത് വേൾഡിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത് ഇസ്രായേലി ഓണർഷിപ്പിൽ വരുന്ന കമ്പനിയാണ്. ഈ ഒരു കമ്പനിയുടെ ഷിപ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ പിടിച്ചോണ്ട് പോയതാണ് ഇറാൻ, ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയത്തൊക്കെ. അപ്പൊ പിടിച്ചോണ്ട് പോയ ആ ഒരു ഷിപ്പിന്റെ ഇമേജ് അവർ ഇപ്പോഴാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഇറാൻ ചെയ്യുന്ന കൊള്ളരുതായ്മകളിൽ നമുക്ക് പെടുത്താവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ രീതിയിലാണ് ഇത് ഹെർമോസ് സ്ട്രൈറ്റിൽ നിന്നാണ് ഇതിനെ പിടിച്ചെടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഒരു ടൈമിൽ പബ്ലിഷ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പ്രൊവോക്കിംഗ് ആണ്. അത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഇമേജ് ഒക്കെ ഇപ്പൊ പുറത്തുവിടുന്നത്. അല്ലാതെ ഇതിന് വേറെ ഒരു ഉദ്ദേശമില്ല. കാരണം ഇതുവഴി നിങ്ങളുടെ ഷിപ്പ് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഇത് പിടിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊവോക്കേഷൻ ആണ് ഇത്. തെഹ്റാനും തുർക്കിയും തമ്മിൽ ചെറിയൊരു ക്ലാഷ് തുടങ്ങി വരുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ കുർദിഷ് ടീമുകൾക്ക് ശരിക്കും ഇറാന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇറാന്റെ ആയുധങ്ങൾ കുർദിഷ് വഴി കടത്തി ഇറാഖിലോട്ടും സിറിയയിലോട്ടും പാസ് ചെയ്ത് വിടാനുള്ള ശ്രമം ഇറാൻ കുറെ നാളുകൊണ്ടേ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് റിലേഷൻഷിപ്പ് കുർദുകളുമായിട്ട് വെക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പഴയ വീഡിയോകളിലൊക്കെ നമ്മൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടവർക്കൊക്കെ അത് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ തുർക്കി ഇപ്പൊ ആരോപിക്കുന്നത് ഈ കുർദ് മേഖലയിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും 40 വർഷമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാനും അവരുമായിട്ട് ഒരു ചർച്ച നടത്തി ഇത് ഒഴിവാക്കി തീർക്കാനാണ് ഇപ്പം ആലോചിക്കുന്നത്. അപ്പൊ അത് ഇറാനെ ലേശം ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ഇൻഡയറക്ട്ലി കുർദുകളെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തുർക്കിയുമായിട്ട് ഇങ്ങനെ 40 വർഷത്തെ ഇവരുടെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാന് താല്പര്യമില്ല. കാര്യം എന്താണ്? തുർക്കിയുടെ ഇൻഫ്ലുവൻസ് കുറച്ച് അവിടെ കൂടിക്കഴിഞ്ഞാൽ ഈ റിബൽസ് ആയിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഈ കുർദുകൾ അവർ സമാധാനപൂർവ്വം ജീവിച്ചു കഴിഞ്ഞാൽ ഇത് ഇറാനെ ബാധിക്കും. യുദ്ധം നടന്നാൽ മാത്രമല്ലേ ഇറാന്റെ ഒരു സപ്പോർട്ടർ, പ്രോക്സി സപ്പോർട്ടർക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പൊ അവര് സമാധാനമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ അവിടെ റോളില്ല. ഇറാൻ അതിനെതിരെ നിൽക്കുന്നതായിട്ട് തുർക്കിക്ക് മനസ്സിലാകുകയും അങ്ങനെ തുർക്കിയും ഇറാനും തമ്മിൽ ഫോറിൻ അംബാസിഡേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ ഡയലോഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം നടക്കുന്നത്. പണ്ടേ ഈ ഒരു ഷിയായും സുന്നിയും തമ്മിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എതിർച്ചേരിയിലേ നിൽക്കാൻ പറ്റും. അവർക്ക് അവരുടെ ആശയങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ട് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് ആരുടെ വിഷയം വന്നാലും ഇവരിങ്ങനെ നിൽക്കും. പിന്നെ മറ്റൊരു തേർഡ് പാർട്ടി വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇസ്രായേൽ വരുമ്പോഴത്തേക്കും അവർക്ക് ഇസ്രായേൽ തേർഡ് പാർട്ടിയാണ്. അപ്പൊ അവർക്കെതിരെ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നിൽക്കുന്നത് പോലെ ചില ഡ്രാമ ഇതൊക്കെ കാണിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇവർ രണ്ടും രണ്ട് ചേരിയിലേ നിൽക്കൂ. അതാണ് ഇതിന്റെ ഒരു പെർഫെക്റ്റ് ഐഡിയോളജി. അമേരിക്ക ഉക്രൈന് കൊടുക്കാനുള്ള എല്ലാ എയ്ഡുകളും അതുപോലുള്ള മിലിറ്ററി സപ്പോർട്ടുകളും എല്ലാം നിർത്തും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ വൈറ്റ് ഹൗസിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഉക്രൈന്റെ ഒരു അവസ്ഥ പരിതാപകരമായിരിക്കും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാക്രോണോ അല്ലെങ്കിൽ ഈ സ്റ്റാർമർക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻസിനോ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഉക്രൈനെ സഹായിക്കാൻ കഴിയില്ല. അതാണ് ശരിക്കും ഫാക്ട്. യുദ്ധത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ വലിയൊരു എനർജി ഗ്രിഡ് കേടായി കിടക്കുകയാണ്. കേടായി വെച്ചാൽ ആക്രമണത്തിന് വിധേയമായി കേടായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് നന്നാക്കാനുള്ള ഒരു കോൺട്രാക്ട് അമേരിക്കയ്ക്കായിട്ട് അമേരിക്ക വന്നിട്ട് ഇത് നന്നാക്കി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഉക്രൈന്റെ ഉള്ളിൽ ഈ ഒരു എനർജി ഗ്രിഡ് നന്നാക്കുന്ന ഒരു പദ്ധതിയും കൂടെ അമേരിക്ക നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇന്നലെ ഒറ്റ ദിവസത്തെ ഒരു 15 മിനിറ്റ് മീറ്റിംഗ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇസ്രായേൽ നടത്തുന്ന മാസീവ് പ്ലാൻ വേറെ ഒന്നുമല്ല, വെസ്റ്റ് ബാങ്ക് ആണ്. വെസ്റ്റ് ബാങ്കിൽ വളരെ കീൻ ആൻഡ് ഫോക്കസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഏകദേശം ഇത് ഹമാസിന് തന്നെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഹമാസ് ഇപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ ഈ റമദാൻ മാസം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു അലക്സ മോസ്കിനെ ചുറ്റിപ്പറ്റി വന്നിരിക്കണം. അതുപോലെ തന്നെ എല്ലാ പ്രെയർ ടൈമിലും ഈ ഒരു മോസ്കിനകത്ത് വരാനുള്ള സാഹചര്യം ഒരുക്കണം. ഇസ്രായേലി ഭടന്മാർ എത്രത്തോളം റെസ്ട്രിക്ഷൻസ് ഇട്ട് നമ്മളെ തടഞ്ഞു വെച്ചാലും നമ്മൾ ഏതെങ്കിലും മാർഗത്തിൽ ഈ ഒരു അലക്സ മോസ്കിന്റെ അവിടെ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, ഈ ഒരു മോസ്കിനെ ചൊല്ലി ഒരു പേടി അവിടെ രൂപപ്പെടുന്നുണ്ട്. കാര്യം വേറെ ഒന്നല്ല, ഈ വെസ്റ്റ് ബാങ്കിൽ അതിരൂക്ഷമായ രീതിയിലുള്ള ഇസ്രായേലിന്റെ ആക്രമണം, അതേപോലെ തന്നെ ഈ ഒരു സ്ഥലങ്ങൾ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു ശക്തിയും ഈ വെസ്റ്റ് ബാങ്കിനെ ഈ ജുദേയ സമാരിയ എന്ന് പറഞ്ഞ ആ സ്ഥലങ്ങൾ ഇസ്രായേലിനോട് ചേർക്കാനുള്ള പ്രവൃത്തിയിൽ വളരെ ആക്റ്റീവായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അത് വിജയകരമാണ്. അത് കണ്ടിട്ടാണ് ഹമാസ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ 3000 സോൾജേഴ്സ് അലക്സ മോസ്ക് അഥവാ ടെമ്പിൾ മൗണ്ട്, ഈ ഒരു ടെമ്പിൾ മൗണ്ടിനെ ചുറ്റി 3000 IDF സോൾജേഴ്സിനെ വിന്യസിക്കാൻ പോവാണ്. അടുത്ത ഘട്ട നടപടിയായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3000 സോൾജേഴ്സ് ഈ ഒരു അലക്സ മോസ്കിനെ അഥവാ ഈ ഒരു ടെമ്പിൾ മൗണ്ടിനെ ചുറ്റി അവിടുത്തെ സെക്യൂരിറ്റി വിങ്ങിൽ പ്ലേസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3000 സോൾജേഴ്സിനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നിയന്ത്രണ വിധേയമായിട്ട് അവിടെ ആൾക്കാർ കയറി പോകാൻ പറ്റുള്ളൂ. ഇവർ വിചാരിക്കുന്ന തരത്തിൽ ഇവർ ക്രൗഡായിട്ട് മാസ് ക്രൗഡായിട്ട് ആ ഒരു അലക്സ പരിസരത്ത് എത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഒരു റമദാൻ മാസത്തെ അവിടെ ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം വേറെ രീതിയിൽ അത് ചിത്രീകരിക്കപ്പെടും. അതൊരു ഗ്ലോബൽ അറ്റൻഷൻ നേടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ഹമാസ് ഈ ഒരു ടൈമിൽ തന്നെ ഈ ഒരു ആഹ്വാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ അതിന് വളരെ കൃത്യമായിട്ട് ചേർത്ത് നിൽക്കാൻ ഇസ്രായേലും അവരുടെ ഡിഫൻസ് മെക്കാനിസം മുന്നോട്ടെടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് എന്തായി തീരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം പിന്നെ ഇന്ന് ഗാസയിൽ ഇന്നൊരു തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട്. ഇന്ന് രാത്രി അഥവാ നേരം വെളുക്കുമ്പോഴത്തേക്ക് തന്നെ അറിയാൻ പറ്റും എന്താണ് അടുത്ത നടപടിക്രമം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.